പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരോട് കൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവഴുത്തിൽ നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യൻ അല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായി കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടത് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യത്തിലും തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം വായിച്ച ബിനു ബ്രദറിനെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. നമ്മൾ കൊളോസ്യ ലേഖനം 1-ാം അധ്യായം ദൈവത്തിൻ്റെ കൃപയാലെ ധ്യാനിക്കുവാൻ കർത്താവ് അവസരം തന്നു. അതിൽ നിന്ന് ഇന്നലെ ചിലരെല്ലാം പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ബോബിന സിസ്റ്റർ ആദ്യം കുറച്ച് മിനിറ്റ് സംസാരിക്കും. അതിനുശേഷം ഇന്ന് ഗ്ലോറിസൺ എന്ന് പറഞ്ഞ ദേവദാസൻ നമ്മോട് വചനം ഷെയർ ചെയ്യും. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വചനം നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കേട്ടിരുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. വീണ്ടും അദ്ദേഹത്തോട് ഇന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ബോബിന സിസ്റ്റർ സംസാരിക്കും. സാധിക്കുകയാണെങ്കിൽ വീഡിയോ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഡിയോ തന്നെ മതി. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കൊളോസ്യ ലേഖനം 1-ാം അധ്യായം പഠിച്ചു തീർന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിശകലനം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാനും പറയുന്നു. ഈ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും അഗാധമായിട്ടുള്ള ഉൾക്കാഴ്ചയുള്ള ഒരു ലേഖനമാണ് കൊളോസ്യ ലേഖനം. തന്റെ കാരാഗ്രഹവാസത്തില് അപ്പോസ്തലൻ 3 ലേഖനം എഴുതിയിട്ടുണ്ട്. ഒന്ന് എഫേസ്യ ലേഖനവും, ഫിലിപ്പിയ ലേഖനവും, കൊളോസ്യ ലേഖനവും. പിന്നെ ഒരു കാരാഗ്രഹ ലേഖനം എന്ന് പറയുന്നത് ഫിലമോന്റെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഭയത്തോടും വിറയലോടും കൂടി വേണം ഈ ലേഖനത്തെ സമീപിക്കുവാനെന്ന്. അതിന്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു സർവത്തിനും മുമ്പനാണ് എന്നാണ്. അതായത് 1:17 പറയുന്നുണ്ട്, അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. 18 പറയുന്നുണ്ട്, മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റവനുമാകുന്നു എന്ന്. അപ്പോസ്തലൻ ഇവിടെ തന്റെ ഈ ലേഖനത്തിൽ വളരെ പറയുന്നു, വളരെ വ്യക്തമായിട്ട് പറയുന്നത്, എനിക്ക് കർത്താവായ യേശുക്രിസ്തു മാത്രം മതിയെന്നാണ്. അപ്പോസ്തലൻ വേറെ ആരെയും നോക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പോരാട്ടം പോരാടുകയാണ് ഈ ലേഖനത്തിലൂടെ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും മതിയായ ക്രിസ്തു ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് 2:10 പറയുന്നുണ്ട്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മളോട് എല്ലാ ഇതിനകത്തും ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതും ഗ്രഹിപ്പിക്കുന്നതല്ല.
പിന്നെ ഒന്നിന്റെ രണ്ടിലും അപ്പോസ്തലൻ കൊളോസ്യർക്ക് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കൊലോസിയയിൽ വിശ്വാസികളായി വന്നവരെ വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായി ആയവർക്ക് സമാധാനവും കൃപയും ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊലോസ്യ വിശ്വാസികളിൽ അവിടെ ഉണ്ടായിരുന്നവർ വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായിട്ടാണ് അപ്പോസ്തലൻ കണ്ടത്. ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അപ്പോസ്തലൻ ഉണ്ടായ നന്ദി സ്തോത്രവും നിറഞ്ഞ ഹൃദയവുമായിരുന്നു എന്ന് 1:5 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രത്തെ കുറിച്ച് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഒരു 3-4 പ്രാവശ്യം സ്തോത്രത്തെ കുറിച്ച് അദ്ദേഹം അപ്പോസ്തലൻ തന്റെ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടു കൂടിയാണ് അപ്പോസ്തലൻ റോമൻ തടവിൽ കിടന്ന് ഈ ലേഖനം എഴുതിയത്. പിന്നെ കൊലോസ്യ 1:3-8 വരെ പറയുന്നുണ്ട് കൃത്യതയും പ്രാർത്ഥനയും കുറിച്ചാണ് പറയുന്നത്. ദൈവകൃപയുടെ സുവിശേഷത്തെ കൊളോസിയിലെ വിശ്വാസികൾ കേട്ടറിഞ്ഞ്, സുവിശേഷത്തിന്റെ സത്യവചനം എപ്പാഫ്രോസ് കേട്ടറിഞ്ഞു. അത് കേട്ടറിഞ്ഞത് എങ്ങനെയാ? എപ്പാഫ്രോസിൽ നിന്നാണ് ആ സത്യ സുവിശേഷം കേട്ടറിഞ്ഞത്. ആ എപ്പാഫ്രോസ് അറിഞ്ഞത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആസിയയിൽ വെച്ച് പറഞ്ഞതിൽ നിന്നാണ് എപ്പാഫ്രോസ് പറഞ്ഞത്. ആ സുവിശേഷമാണ് കൊളോസ്യക്കാർക്ക് എപ്പാഫ്രോസ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ സുവിശേഷം കേൾക്കുക, അറിയുക, വായിക്കുക, മനസ്സിലാക്കുക, അത് പ്രവൃത്തിയിൽ വരുത്തുക എന്നുള്ളതാണ് ലേഖനത്തിലുടനീളം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സുവിശേഷം കേൾക്കുക മാത്രം ചെയ്യാതെ അത് പ്രവർത്തിക്കുന്നവരാകുകയും ചെയ്യുക എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. പിന്നെ 1:9-13 വരെ അപ്പോസ്തലൻ തടവറയിൽ കിടന്ന് ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോസ്തലൻ തടവറയിൽ കിടന്ന് എഴുതിയ ലേഖനങ്ങളിൽ 4 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന് എഫെസോസ് ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഫിലിപ്പി ലേഖനത്തിലുണ്ട്, ഈ അവസാനം കൊളോസ്യ ലേഖനത്തിലുണ്ട്. അപ്പൊ എഫെസ്യയിൽ 1:15-19 വരെയും 3:14-21 വരെയും ഫിലിപ്പി ലേഖനത്തിൽ 1:9-11 വരെയും നമ്മളിപ്പോ പഠിക്കുന്ന കൊളോസ്യ ലേഖനത്തിൽ 1:9-13 വരെയും പ്രാർത്ഥനയുടെ കാരാഗ്രഹ പ്രാർത്ഥനയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്റെ പ്രാർത്ഥന ഒരു പ്രത്യേകതയുള്ള പ്രാർത്ഥനയാണ്. താൻ തനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറഞ്ഞുകൊണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ ചുരുക്കമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും കൂടെ കയറി വരുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് പ്രാർത്ഥനയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും അത് സ്വന്തം എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോസ്തലൻ തന്റെ പ്രാർത്ഥനയിൽ ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. തനിക്ക് വേണ്ടി തന്റെ നേട്ടത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മൾക്ക് ഭൗതിക നേട്ടങ്ങൾ, അതായത് എല്ലാം വേണമെന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് അത് വേണം, ഞങ്ങൾക്ക് ജോലി വേണം, കാറ് വേണം, വീട് വേണം, അതൊന്നുമല്ല പ്രാർത്ഥന. നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മീയമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുന്നു. അപ്പൊ അപ്പോസ്തലന്റെ ആ മാതൃക നമുക്ക് ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളാൻ എന്ന് പറയുന്നത്. അപ്പോസ്തലന്റെ പ്രാർത്ഥന ശ്രദ്ധയിൽ നമുക്ക് 2 കാര്യങ്ങൾ ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കും. 9-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നുവെന്നും 9-ാം വാക്യത്തിൽ പറയുന്നു. അതിന് എഫെസ്യർ 6:18 പറയുന്നത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും കൊണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കും എങ്ങനെയാണ് ഏതു നേരത്തും പ്രാർത്ഥിക്കുക എന്ന്. അപ്പൊ ഞാനും ഇതിന് കുറച്ച് നാൾ മുമ്പ് വരെ എങ്ങനെയാണ് ഓർത്തിട്ട് എപ്പോഴും എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മളൊരു മുറിയിലേക്ക് കടന്ന് ഒരു ബൈബിളും എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഓർത്തത്. പക്ഷെ അതല്ല, നമ്മൾ എവിടെ ഇരുന്നാലും, അടുക്കളയിലായിരുന്നാലും, ജോലിക്ക് പോയിരുന്നാലും, വണ്ടിയിലായിരുന്നാലും, ഏത് സമയത്തും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കുക എന്നാണ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അപ്പോൾ പിന്നെ കൊളോസ്യർ 4:2 പറയുന്നുണ്ടല്ലോ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുവൻ എന്ന്. അപ്പോൾ എപ്പോഴും ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളിലാവുമ്പോൾ, ഉള്ളിൽ മനസ്സുകൊണ്ട് നിറയുമ്പോഴത്തേനും ആ സ്തോത്രവും ആ പ്രാർത്ഥന ആകുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനോ മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അത് അങ്ങനെ ചെയ്താൽ, അങ്ങനെ ശീലിച്ചാൽ നമുക്ക് ആ മറ്റുള്ളവരെ കുറിച്ച് ആ കുറ്റങ്ങൾ പറയാനൊന്നും സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ 1:14-20 വരെ യേശുക്രിസ്തുവിൽ മാത്രമേ പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉള്ളത് എന്ന് 14-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നുണ്ട്. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ടായിരുന്നു.
അപ്പൊ ഇന്നിപ്പോൾ കുമ്പസാരത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നതാണ് ചില സഭകൾ. കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ പാപമോചനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വൈദികന്റെ മുമ്പിൽ പോയി നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ നമുക്ക് പാപമോചനം ലഭിക്കുമെന്ന്. അവിടുന്ന് ആ വൈദികൻ പറയുന്ന പ്രായശ്ചിത്തവും 3 സ്വർഗ്ഗസ്നായതായും 10 നന്മറയും ചൊല്ലിയാലും നിങ്ങൾക്ക് പ്രായശ്ചിത്തം കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരാഴ്ച കഴിഞ്ഞാലും 1 മാസം കഴിഞ്ഞാലും നമ്മൾ ചെന്ന് ഈ പാപം തന്നെയാ പറയുന്നത്. നമ്മൾ വേറൊന്നും പറയുന്നത്, ഈ ചെയ്ത പാപം തന്നെ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ചെയ്യുന്ന അല്ല യഥാർത്ഥ പാപമോചനം. ക്രിസ്തുവിൽ പാപമോചനം പ്രാപിക്കുന്നതാണ്. അതായത് തന്നെ എല്ലാ ക്രിസ്തുവിൽ പാപമോചനം പ്രാപിക്കുക. അപ്പൊ ഒരിക്കലായിട്ട് പാപമോചനം തന്ന യേശുക്രിസ്തുവിനെ നമ്മൾ മറന്നു പോവുക. അപ്പൊ ആ യേശുക്രിസ്തുവിനോടാണ് നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാനായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ പാപം ഏറ്റു പറയുമ്പോൾ നമുക്ക് പിന്നെ പാപം ചെയ്യുമ്പോൾ ചെയ്യാനായിട്ടൊരു ഇത് തോന്നും. ജഡസ്വഭാവമാണ് നമുക്ക് നമ്മളിൽ എപ്പോഴും പൂർണ്ണരല്ല ഒരിക്കലും. ജഡസ്വഭാവം ഉള്ളതുകൊണ്ട് പാപം നമ്മളിൽ ഇങ്ങനെ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ പാപം ചെയ്യാൻ നമുക്ക് തോന്നുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ ഓർപ്പിക്കും അത് ശരിയല്ല, അത് ചെയ്യരുത് എന്ന്. അപ്പോൾ ആ പാപങ്ങൾ മോചിക്കാൻ കഴിയാത്തവരിൽ ആശ്രയം കണ്ടെത്തുന്നതിന്റെ ആവശ്യമുണ്ടോ എന്നാണ്. ഒരിക്കലും ആവർത്തിച്ച് ബലിയും അങ്ങനെ തന്നെ. പാപമോചനം പരിഹരിക്കാൻ പറ്റാത്ത ബലികൾ ആവർത്തിച്ച് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ബലി അർപ്പിക്കുന്നു പ്രായലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവനോട് പിന്നെ നമ്മള് പറയുന്നത് ഇവിടെ പിന്നെ പറയുന്നത് ക്രിസ്തുവിന്റെ ഔന്നത്യത്തെ കുറിച്ച് 15 മുതൽ 20 വരെ പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു പാട്ടുണ്ടത്, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോൾ ആരാധിൻ ആരുമില്ല, അത് എന്ന് പറയുന്നത്. അപ്പൊ അതായത് യേശുക്രിസ്തുവിന്റെ ഔന്നത്യമാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്, അപ്പോസ്തലൻ ഇവിടെ കാണിക്കുന്നത്. പിന്നെ യേശുക്രിസ്തുവിന്റെ 4 സവിശേഷതകളെ കുറിച്ച് പറയുന്നുണ്ട് വചനത്തിലുടനീളം. ഒന്ന് രക്ഷകനായിട്ട്, അതായത് പാപമോചനം എന്ന വീണ്ടെടുപ്പ് 13:14 പറയുന്നു. യേശുക്രിസ്തു സൃഷ്ടിതാവാണെന്ന് 15:17 പറയുന്നു. അതായത് അവിടെ രക്ഷകനായിട്ടെന്ന് പറയുമ്പോഴത്തേനും മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല എന്നാണ് പറയുന്നത്. പാപമോചനം വീണ്ടെടുപ്പുള്ളതിന്റെ രക്ഷകനായിട്ട് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്ന അവൻ സഭ എന്ന ശരീരത്തിൽ തലയാണെന്ന് 18 പറയുന്നു. നാലാമതായിട്ട് പറഞ്ഞ യേശു പിതാവിന്റെ പ്രിയ പുത്രനാണെന്നും പറയുന്നു. അങ്ങനെ അതിനുശേഷം 1:21-22 പറയുന്നുണ്ട്. 20, 21, 22 പറയുന്നുണ്ട്. മുമ്പേ ദുഷ്പ്രവൃത്തികളെ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരെ നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്നെ മരണത്തെ നിരപ്പിച്ചു. അതായത് നാം ബലഹീനരായിരുന്നപ്പോഴും, നാം ശത്രുക്കളായിരുന്നപ്പോഴും, പാപികളായിരുന്നപ്പോഴും, അഭക്തരായിരുന്നപ്പോഴും ആണ് ഈ മുമ്പേ നാം ദുഷ്പ്രവൃത്തികൾ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു എന്ന് പറയുന്നത്. 20-ാം വാക്യത്തിലും തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നിയെന്ന് അവർ പറയുന്നുണ്ട്. അവിടെ നമ്മൾ നിരപ്പിനെ കുറിച്ച് കാണുന്നുണ്ട്. നമ്മെ നിരപ്പിച്ചത് നാം എല്ലാവരും അവന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് വേണ്ടിയാണ്. ഒരു ദിവസം, അതായത് ന്യായാസ്ഥാനത്തിന് മുമ്പിൽ നമ്മൾ ഒരു ദിവസം വെളിപ്പെടേണ്ടതാണല്ലോ. അപ്പോൾ നമ്മളെ കാണേണ്ടത് എങ്ങനെയെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരെ കാണണമെന്നാണ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് സുവിശേഷത്തിന് വേണ്ടി പോരാടുക എന്നത്. അത് 1:29 ആ പോരാട്ടത്തെ കുറിച്ച്, 2:2 പോരാട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. തന്റെ പോരാട്ടം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരുന്നു എപ്പോഴും. അപ്പൊ ആ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ തന്റെ ഉറ്റിരിക്കുകയാണ് അപ്പോസ്തലൻ ചെയ്യുന്നത്. കാരണം ആളുകൾ വിശ്വാസത്തെ പക്വത പ്രാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ സുവിശേഷ വേലയിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന ഉറ്റിരിക്കുന്നവരായി തീരണമെന്നാണ് അപ്പോസ്തലൻ നമുക്ക് മാതൃകയായിട്ട് തരുന്നത്. ഏതു മനുഷ്യനും ക്രിസ്തുവിൽ ജ്ഞാനം ആവശ്യമാണ്. അതിനുവേണ്ടി അപ്പോസ്തലൻ ഏതു മനുഷ്യനോട് സകല ജ്ഞാനത്തോടെ ഉപദേശിച്ചുകൊണ്ട് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിക്കുകയും ചെയ്യുന്നു പറയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ മാതൃകയാണ് നമ്മൾ, അതായത് കൊളോസി ലേഖനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചെന്നാല് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. അത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, ക്രിസ്തുവിൽ കഷ്ടം അനുഭവിക്കുക, പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് അധ്വാനിക്കുക. ഇതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഓരോരുത്തരോടും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുവാനായിട്ട് നമ്മളും പരിശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഈ പൗലോസ് അപ്പോസ്തലന്റെ ഈ മാതൃക പിന്തുടർന്ന് സുവിശേഷ ഘോഷത്തിൽ സ്വീകരിക്കാം. അതിനായിട്ട് നമ്മെ ഒരുങ്ങുകയും ദൈവം നമ്മെ സമർത്ഥം അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയ സിസ്റ്റർ, കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ്
ചുരുക്കമായിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രബോധിപ്പിച്ചത്. കഴിഞ്ഞ ചില ആഴ്ചകളിൽ നമുക്ക് കൊളോസ്യ ലേഖനം 1 അധ്യായം പഠിക്കുവാൻ സാധിച്ചു. കർത്താവ് ഇനിയും നമ്മൾ വചനം കേൾക്കുക മാത്രമല്ല, നമ്മൾ തന്നെ പഠിച്ച് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനും നമുക്ക് കഴിയണം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ലല്ലോ വേണ്ടത്, മറ്റുള്ളവരെയും വചനം പഠിപ്പിക്കുവാൻ നമ്മൾ അപ്പോഴാണ് സ്വയം പഠിക്കാനും നമുക്ക് താല്പര്യം വരുന്നത്. മറ്റുള്ളവരെ ഒരു വചന പ്രബോധനം നടത്തണം എന്നുള്ളൊരു ആവശ്യം നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ് പലപ്പോഴും നമ്മളിൽ പലരും കൂടുതൽ വചനത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. പ്രിയ സിസ്റ്റർക്ക് ഇനിയും കൂടുതൽ വചനത്തിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് തരട്ടെ. വചനം കൂടുതൽ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തുറക്കട്ടെ. കുടുംബത്തിലും ഈ രക്ഷ അനുഭവിക്കാത്ത എല്ലാ കുടുംബാംഗങ്ങളും രക്ഷയിലേക്ക് വരുവാനും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. ഇന്ന് ഗ്ലോറിസൺ ബ്രദർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തുടർന്ന് സംസാരിക്കും. അതിനായിട്ട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശബ്ദം ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. കർത്താവ് സഹായിക്കട്ടെ. ഈ നല്ലൊരു സന്ധ്യാസമയം കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ദൈവവചനവുമായി അല്പസമയങ്ങൾ ആയിരിക്കാൻ കർത്താവ് നമ്മൾക്ക് ഓരോരുത്തർക്കും തരുന്ന ഈ നല്ല ദിവസങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ വചനം പഠിക്കാനും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനും കഴിയുന്നത് ഒരു വലിയ ഭാഗ്യ പദവിയാണ്. ആ വചനം രാവും പകലും നീ ധ്യാനിക്കണം, അത് നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത് എന്നുള്ള കൽപ്പനകൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവയുടെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായി നമ്മുടെ കൂടെ എന്നും ഒരു വഴികാട്ടിയായി കൂടെയുള്ള ദൈവത്തിന്റെ സത്യവചനത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു സുദീർഘമായ പ്രസംഗത്തിനല്ല മുതിരുന്നത്, കർത്താവിന്റെ അകത്ത് തന്ന ഒരു ദൈവിക ആലോചന പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ശ്രദ്ധ യൂദയുടെ ലേഖനത്തിലേക്ക് തിരിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് യൂദയുടെ ലേഖനം ഒരു അധ്യായമേ ഉള്ളൂ നമുക്കറിയാം. ഇതിന്റെ 20 മുതൽ 22 വരെയുള്ള 20ഉം 21ഉം വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് വായിക്കാം. യൂദയുടെ ലേഖനം 20, 21 വാക്യങ്ങൾ. നിങ്ങളെല്ലാവരും ബൈബിൾ എടുക്കുന്നുണ്ടെന്നും വായിക്കുന്നുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാനത് വായിക്കുവാണ്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. പ്രൊട്ടക്ട് അവർ സെൽഫ്, നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഇതാണ് അല്പസമയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് എന്നോട് നിയോഗം തന്ന ദൈവവചന ഭാഗം. യൂദയുടെ ലേഖനം എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷെ അറിയാതെയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം, പാവം യൂദ യേശുവിന് ഒറ്റ കൊടുത്തെങ്കിലും ഒരു നല്ല ലേഖനമൊക്കെ എഴുതി തന്നിട്ടാണ് പോയത് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ലേഖനം എഴുതിയത് ആ യൂദയല്ല. ഈ ലേഖനകർത്താവായ യൂദ യേശുവിന്റെ സ്വന്തം സഹോദരനായ യൂദയാണ്. യേശുവിന്റെ സ്വന്തം സഹോദരനായ യൂദ. ഈ ലേഖനത്തിൽ ഒത്തിരി ഇടങ്ങളിൽ സൂക്ഷിപ്പിനെ കുറിച്ച്, പ്രൊട്ടക്ഷനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് യൂദയുടെ ലേഖനം. ഈ യൂദയുടെ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒത്തിരി ലേഖനങ്ങൾ തിരുവചനത്തിലുണ്ടെങ്കിലും അവയിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ രചിച്ചത് പൗലോസ് ആണെങ്കിലും ഒട്ടുമിക്ക ലേഖനങ്ങളും ചില പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, പ്രത്യേക സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. പക്ഷെ ഈ യൂദയുടെ ലേഖനം ആർക്കെഴുതി എന്നുള്ളത് തന്നെ നമുക്ക് വളരെ ചിന്താതീതമായ ഒരു വിഷയമാണ്. യേശു ക്രിസ്തുവിന്റെ ദാസനും
യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്കാണ് ഇത് എഴുതുന്നത്. എന്ന് വെച്ചാൽ ഇത് ഒരു പൊതു ലേഖനമാണ്. ഈ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. സോ ഇത് ഒരു പൊതു ലേഖനമാണ്. ഈ ലേഖനകർത്താവ് താൻ എഴുതാൻ ആഗ്രഹിച്ചതും തുടങ്ങിയതുമെല്ലാം നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ ആണ് പ്രയത്നിച്ചത്. പക്ഷേ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിനായി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് തനിക്ക് ആ ഓൺ ദ വേയിൽ തോന്നി. തന്റെ എഴുത്തിനകത്ത് പരിശുദ്ധാത്മാവ് തന്നെ സ്വാധീനിച്ചു. ഞാനൊരു കാര്യം, ഒരു ദൈവിക ചിന്ത അവിടെ നിന്ന് പറയാം. നാം തുടങ്ങുന്ന പലതിലും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലുള്ള തിരിവുകൾ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത്, നമ്മുടെ പദ്ധതികൾക്കപ്പുറത്ത് ഇന്നത്തെ ഈ ഒരു മെസ്സേജ് പോലും, ഒരു പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ഈ സമയത്ത് സന്ദേശം കേൾക്കുന്നവരാണ്. ഇന്നത്തെ വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണോ ഗുണമാണോ എന്ന് എനിക്കറിയത്തില്ല. തിരുവചനം ഇതുപോലെ സുലഭമായിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു കാലഘട്ടം വചനം ദുർബലമായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്ത് വചനം സുലഭമാണ്. ഒരുപക്ഷെ ഇതേ സമയം തന്നെ ഒരു 100 മെസ്സേജുകളെങ്കിലും ലൈവായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ചില ആത്മനിയോഗങ്ങളുമായി നാം കൂട്ടുമുട്ടിയാൽ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനങ്ങളുമായി നാം കൂട്ടുമുട്ടിയാൽ, ഇതൊരു പതിവ് പ്രാർത്ഥനയാവാതെ, കർത്താവെ, ഇന്നത്തെ ഈ സമയത്തിനകത്തെ ദൈവവചന കേൾവി എന്റെ ജീവിതത്തിനകത്ത് ഒരു തിരിവിലേക്ക്, പരിശുദ്ധാത്മ നിയോഗത്തിലേക്ക് നയിക്കണമേ, എന്നെ കർത്താവ് ഒന്ന് തിരുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഇന്ന് രാത്രിയും കർത്താവ് നമ്മളോട് സംസാരിക്കും. കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോകളെ ഓണാക്കുക. അതിനകത്ത് സാഹചര്യമുള്ളവരത് ചെയ്യുക. അത് ഞാനല്ല, ആരാണെങ്കിലും ദൈവവചനം പറയുന്ന വ്യക്തിയോടുള്ള ഒരു റെസ്പെക്ട് ആയിരിക്കും. അതിന് സാഹചര്യമുള്ളവര് ദൈവവചനം പറയുന്ന വ്യക്തിയോടല്ല, ദൈവവചനത്തോടുള്ള ഒരു റെസ്പെക്ട് ആയിരിക്കും അത് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാന് ഈ വചനത്തിലേക്ക് വരാം. ആരാണ് ഈ യൂദ? യൂദയെ കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. യേശുവിന്റെ ശുശ്രൂഷ കാലത്ത് ആരും, തന്റെ സഹോദരന്മാരിൽ ആരും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. അവരാരും യേശുവിന്റെ വചനം കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അവരെ യേശുവിന്റെ അത്ഭുതങ്ങളിൽ സമൂഹം മൊത്തം യേശുവിനെ ജയ് വിളിക്കുമ്പോഴും അവരതിന് ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് ഈ യൂദയ്ക്ക് ലോകരക്ഷിതാവിനെ സ്വന്തം വീട്ടിനകത്ത് കിട്ടിയതാ, ഏറ്റവും അടുത്ത് കിട്ടിയതാ, യേശുവിന്റെ കൂടെ നടക്കാൻ അവസരം കിട്ടിയതാ. പക്ഷെ ഈ സ്നേഹം തിരിച്ചറിയാനോ അതിനോട് പ്രതികരിക്കാനോ കഴിയാതെ പോയ ഒരു മനുഷ്യനാണ് യൂദ. ഈ യൂദയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നു യേശു കർത്താവിന്റെ ക്രൂശീകരണം മുഴുവനും ഒരു സഹോദരൻ എന്ന നിലയിൽ താനും വേദനയോടെ കണ്ടു നിന്നിട്ടുണ്ടാവാം. എന്തുകൊണ്ടായിരിക്കും ഒരു തെറ്റും കൂടാതെ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പല കോടതികളും മാറി മാറി സമ്മതിച്ചിട്ടും ഇത്ര ക്രൂരമായി യേശുവിനെ ക്രൂശിച്ചതെന്ന് ഉള്ളിൽ ഒരു പിടി ചോദ്യങ്ങളുമായി കഴിയുന്ന ഒരു അനിയനാണ് ഈ യൂദ. പക്ഷെ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥക്കകത്ത് ഉള്ളിൽ വേദനകളും പ്രയാസങ്ങളും തന്റെ ഉള്ളിലും തോന്നിയിരിക്കാം. പക്ഷെ ആ വേദനകളൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് താൻ കഴിയുന്ന സമയത്താണ് താൻ കാണുന്നത് യേശുവിന്റെ ശരീരത്തെ കാണാനില്ല. ഒരു പക്ഷെ ആ ഫ്യൂണറൽ നടക്കുമ്പോഴും ഏതെങ്കിലും ഒരു മറവിൽ ഈ അനിയനും ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ മുമ്പിൽ റോമൻ ആ വലിയ കല്ലുരുട്ടി വെക്കുമ്പോഴും, റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിക്കുമ്പോഴും ഈ ഒരു അനിയൻ ആ മറവിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ മാറി നിന്നൊരു കാഴ്ചക്കാരനായി കണ്ടു നിൽക്കുന്ന ഒരു യൂദ. പക്ഷെ പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോ താൻ കേൾക്കുന്നു, അങ്ങനെ അടക്കിയ യേശുവിന്റെ ശരീരം കാണാനില്ല. ഒരു പക്ഷെ തന്റെ ഉള്ളിനകത്ത് പിന്നെ താൻ കേൾക്കുന്ന കഥ, തന്റെ ശരീരത്തെ ആരൊക്കെയോ കട്ടുകൊണ്ടുപോയി. പക്ഷെ തന്റെ അകത്ത് കത്തിയൊരു സത്യമുണ്ട്.
എന്റെ ആ ക്രൂശിന്റെ ചോട്ടിൽ നിന്ന് പടഞ്ഞെന്ന പടയാളി പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടാവണം, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. എന്റെ അനിയൻ എന്റെ ചേട്ടൻ ഈ ലോകത്തിന്റെ രക്ഷിതാവായിരുന്നു. എനിക്ക് ഈ ഭൂമിയിൽ കിട്ടിയത് ഏറ്റവും സുലഭമായ അവസരമായിരുന്നു. പക്ഷേ അതിനെ ഞാൻ തിരിച്ചറിയാതെ പോയി എന്ന് താൻ ഒത്തിരി വേദനപ്പെട്ടിട്ടുണ്ട്. പിന്നീട് താൻ ആ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ യേശുവിനെ പിൻപറ്റാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. താൻ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു കാലത്ത് ഈ രക്ഷയ്ക്ക് വേണ്ടി പോരാടാൻ നമുക്ക് കർത്താവ് ഒരുക്കി തന്ന, ക്രൂശിൽ നേടിത്തന്ന രക്ഷയ്ക്ക് വേണ്ടി പൊതുവിലെ രക്ഷയെ കുറിച്ച് എഴുതാൻ താൻ പരിശ്രമിക്കുമ്പോ, താൻ ഒരു ലേഖനം എഴുതാൻ തുടങ്ങുമ്പോ താൻ തന്നെ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. എന്തുകൊണ്ട് യൂദയ്ക്ക് യേശുവിന്റെ സഹോദരൻ എന്ന് എഴുതിക്കൂടെ? അതിന് ആ എഴുത്തിനൊരു തെറ്റുമില്ല. പക്ഷേ താൻ ഇവിടെ താൻ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ആ യേശുവിന്റെ ഒരു അടിമയായി ജീവിക്കാനാണ്. അതിന് കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. അതിലേക്ക് വരാം. അതിനു മുമ്പ് ആ വാക്ക് മാത്രം പറയാം. തൻ വീട്ടിൽ തന്റെ ജ്യേഷ്ഠൻ ലോകത്തിന്റെ സ്നേഹനിധിയായ യേശു കർത്താവിനെ കിട്ടിയിട്ടും ആ സ്നേഹത്തെ തനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയ സമയത്തും താൻ വൈകി തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. ഞാൻ തിരിച്ചറിയാതിരിക്കുമ്പോഴും ഞാൻ ആ സ്നേഹത്താൽ, അവനാൽ സ്നേഹിക്കപ്പെടുകയായിരുന്നു. ഞാൻ ആ യേശുവിനെ കുറിച്ച് യേശുവിൽ വിശ്വസിക്കാതെ പോകുമ്പോഴും ഒരുപക്ഷെ അതിനെക്കുറിച്ച് മറ്റു പലതും പറയേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴും താൻ അറിയാതെ ഒരു സ്നേഹത്തെ പിന്നീട് താൻ തിരിച്ചറിഞ്ഞു. താൻ യേശുവിനെ സ്നേഹിക്കാത്ത കാലത്തും താൻ യേശുവിനാൽ സ്നേഹിക്കപ്പെടുകയായിരുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ഒരു ഭൂതകാലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ കാലത്തെ മാന്യതകളൊന്നും നമ്മുടെ ഭൂതകാലത്തിൽ ഇല്ല. പക്ഷേ നാം കർത്താവിനെ സ്നേഹിക്കാത്ത സമയത്തും നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. ദൈവത്താൽ സ്നേഹിക്കപ്പെടാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സമയത്ത് നമുക്ക് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായി നന്ദി. ഞാൻ സ്നേഹിക്കാതിരുന്ന കാലത്ത്, ഞാൻ തിരിച്ചറിയാതിരുന്ന കാലത്ത്, ഞാൻ അങ്ങേ ഒഴിവാക്കിയിരുന്ന കാലത്ത് അങ്ങ് എന്നെ സ്നേഹിച്ച നന്മയ്ക്കായി നന്ദി കർത്താവേ. അതുകൊണ്ട് ഇന്ന് ഭക്തനായ യൂദ തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത്, ഞാൻ യേശുവിന്റെ അടിമയാണ്. That change happens in his life. ഇനി ആ യേശുവിന്റെ പേര് പറഞ്ഞ് എനിക്ക് ഒരു ക്രെഡിറ്റും വേണ്ട, അതിനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. ഇനിയുള്ള കാലം എനിക്ക് ആ യേശുവിന്റെ അടിമയാണെന്ന് പരിചയപ്പെടുത്താനാണ് ഇഷ്ടം. ഇന്ന് പലപ്പോഴും വിലയേറിയ ദാസനെന്നും ഒത്തിരി ടൈറ്റിൽ പറഞ്ഞും ഒക്കെ പരിചയപ്പെടുത്തുമ്പോ, പേരിനേക്കാളും നീണ്ട ടൈറ്റിലുകൾ പറഞ്ഞ് ഓരോരുത്തരെ പരിചയപ്പെടുത്തുമ്പോ യൂദ നമ്മെ വെല്ലുവിളിക്കുന്നു. ആ മനോഭാവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തെയും ഒരു വ്യത്യാസമാക്കി മാറ്റാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഒന്നാമത്തെ വാക്ക്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് താന്. 3 പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെടുക, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക, വിളിക്കപ്പെടുക. നമ്മെയും ഈ 3 പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് നമ്മെ തന്നെ പരിചയപ്പെടുത്താം. ആ 3 കാര്യങ്ങൾ മറ്റൊന്നല്ല. ഒന്ന്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുക. 2, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക. 3, വിളിക്കപ്പെടുക. ഒന്നാമത്തെ കാര്യം ദൈവത്താൽ സ്നേഹിക്കപ്പെടുക. 2, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക. 3, വിളിക്കപ്പെടുക. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുക. ഈ പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒരു സത്യമുണ്ട്. നാം കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരാണ്. 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്തിലും
കർത്താവിന്റെ സ്നേഹത്തെ അറിയാൻ ദൈവം നമ്മെ ഒന്നുകൂടി സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്നേഹത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ, നമുക്ക് കർത്താവിന് നന്ദി പറയാനല്ലാതെ ഒരു വകുപ്പുമില്ല. കർത്താവ് നമ്മളെ സ്നേഹിച്ച വിധങ്ങൾ പറഞ്ഞാൽ ഇനിയുള്ള സമയങ്ങൾ തീരത്തില്ല. ഞാൻ ഒറ്റ വാക്കിൽ അത് പറഞ്ഞു വിടാം. ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ കിടന്നപ്പോ, ആ കർത്താവിന്റെ സ്നേഹം അറിയാതെ നടന്നപ്പോ, പാപത്തിന്റെ കുഴിയിൽ വീട് കിടന്നപ്പോ, എന്നെ സ്നേഹിച്ച് ആ കുഴിക്കകത്തേക്ക് ഇറങ്ങി തന്റെ കരം പിടിച്ച് എന്നെ പൊക്കിക്കൊണ്ടുവന്ന് ക്രിസ്തു എന്ന പാറമേൽ എന്നെ നിർത്തിയ ആ ദൈവത്തിന് അന്നത്തെ ആ അവസ്ഥക്കകത്ത് എന്നെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ഏത് അവസ്ഥക്കകത്തും കർത്താവിന് നമ്മെ സ്നേഹിക്കാൻ കഴിയും. മനുഷ്യന്റെ സ്നേഹം മാറിപ്പോകും. പണമുള്ളപ്പോ സ്നേഹിക്കുന്നത് പോലെ പണമില്ലാത്തപ്പോ സ്നേഹിക്കില്ല. ആരോഗ്യമുള്ളപ്പോ സ്നേഹിക്കുന്നത് പോലെ ആരോഗ്യമില്ലാത്തപ്പോ സ്നേഹിക്കില്ല. പക്ഷേ എല്ലാ കാലത്തും എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എത്ര പേര് അതിൽ സന്തോഷിക്കുന്നുണ്ട് ഇന്ന് രാത്രി? എന്നെക്കകത്തും എന്നെ ഏത് സാഹചര്യത്തിനകത്തും എന്നെ സ്നേഹിക്കാൻ ഒരു കർത്താവുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, ഞാൻ പാടിക്കഴിഞ്ഞാൽ എന്റെ ശബ്ദം പോകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുക. രണ്ടാമത്തെ പദം യൂദാപ്പുസ്തകൻ അവിടെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക. ഒന്നാമത്തെ സൂക്ഷിക്കപ്പെടുക എന്നുള്ളതിന്റെ ചിന്ത അവിടെ തുടങ്ങുക. യൂദയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വരാം. യൂദയുടെ പ്രത്യേകതയെ സംബന്ധിച്ച് ഒരു ചിന്ത അതിങ്ങനെയാണ്. ഒരു പക്ഷെ ആ കാലത്ത് യൂദ ഇങ്ങനെ യേശുവിനെ വിശ്വസിക്കാതെ പോകുമ്പോ യേശുവിന്റെ കൂടെ വന്ന ശിഷ്യന്മാർക്ക് എന്ന് തോന്നിയിട്ടുണ്ടാവാം. ഒന്ന് ചിന്തിക്കണേ. യേശുവിന്റെ കൂടെ സകലവും വിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ ആ ശിഷ്യന്മാരെ ഇറങ്ങി തിരിച്ചു വന്നപ്പോഴും സ്വന്തം അനിയൻ യേശുവിന്റെ കൂടെ വരുന്നില്ല, യേശുവിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ ശിഷ്യന്മാര് പറഞ്ഞു കാണാം, ഓ ഇവനൊക്കെ എങ്ങനെ നന്നാവാനാ, ഇവൻ ഈ പിന്മാറ്റത്തിൽ പോയി കർത്താവെ നശിച്ചു പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷെ അവനെ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഈ യൂദ നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു സത്യമുണ്ട്. ആരെയും ജഡ്ജ് ചെയ്യരുത്. എങ്ങനെയൊക്കെ ഒരുവൻ ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. എങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ആ സ്നേഹത്താൽ പിടിക്കപ്പെടുമെന്ന് നമ്മൾക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ആമേൻ. ആ ഒരു കർത്താവിനാൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളതിനകത്ത് ഈ സ്നേഹത്തെ അറിയാൻ നമുക്ക് കർത്താവ് ഭാഗ്യം തരട്ടെ. ഒരു ചിന്തന മനസ്സിലേക്ക് ഓടി വന്ന് ഞാൻ പെട്ടെന്ന് പറയും. നമുക്കറിയാം, മുടിയനായ പുത്രൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഏതോ നല്ലൊരു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനും അവന്റെ ചേട്ടനും, അവിടെയും ഇതേപോലെ ഒരു ചേട്ടനും അനിയനുമാണ്. ചേട്ടൻ വീട്ടിനകത്ത് അപ്പന്റെ കൂടെ വസിക്കുന്നവനാണ്. അപ്പന് കുറെ സർവീസസ് ചെയ്ത് അപ്പന് വേണ്ടി കുറെ പണിയെടുക്കുന്നവനാണ്. അപ്പന് വേണ്ടി എന്തൊക്കെയോ കഷ്ടപ്പെടുന്നവനാണ്. പക്ഷെ അനിയനെ സംബന്ധിച്ചിടത്തോളം ഇവൻ അപ്പന്റെ സ്നേഹം ഒരിക്കൽ അറിഞ്ഞവനാണ്. പക്ഷെ ഈ സ്നേഹം വിട്ട് അവൻ വീട് വിട്ട് ഇറങ്ങി പോകുവാനായിട്ട് ഇടയായി. ഈ സ്നേഹത്തിൽ നിന്ന് അവൻ ഇറങ്ങി പോകുവാനായിട്ട് ഇടയായി തുടങ്ങി. പിന്നീട് അവൻ ഒത്തിരി അനുഭവിക്കുവാനായിട്ട് ഇടയായി തുടങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കർത്താവിന്റെ സ്നേഹം എന്നുള്ളത് ഒരു പ്രൊട്ടക്ഷനാണ്. ലിവ് ഇൻ ലവ് ഓഫ് ഗോഡ് ഈസ് എ പ്രൊട്ടക്ഷൻ. ഈ നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സ്നേഹം അവരൊന്ന് അനുഭവിക്കണം. ബാക്കി ഒന്നുകൊണ്ടും സ്നേഹത്തിന്റെ പേര് ബൈക്ക് മേടിച്ചു കൊടുത്തു, സ്നേഹത്തിന്റെ പേര് കുറെ കാശ് കൊടുത്തത് കൊണ്ടൊന്നും ഇന്നത്തെ ജനറേഷന് നമുക്ക് നേടാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, അവർ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് കാണുന്ന പല കൊലപാതകങ്ങളും വിശ്വാസിയുടെ ഭവനത്തിൽ പോലും നടക്കത്തില്ലായിരുന്നു. കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ തലമുറകൾ കണക്റ്റഡ് ആവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന്, ഈ മകൻ ആ സ്നേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ പിന്നീട് ഒരിക്കൽ ഇവൻ ഓർക്കുക, എന്റെ അപ്പന്റെ സ്നേഹം, എന്റെ അപ്പന്റെ കൂലിക്കാർക്ക് പോലും അപ്പൻ കൊടുക്കുന്ന പരിഗണന, ഈ സ്നേഹമെല്ലാം ഓർത്തിട്ട് ഈ മകൻ വീട്ടിലേക്ക് തിരികെ വരുമ്പോ പറയാണ്, എന്നെ മകനായിട്ട് എടുക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല, പക്ഷെ ആ ഒരു കൂലിക്കാരനെങ്കിലും പോലെ എന്നെ ഒന്ന് തിരിച്ചെടുക്കാവോ എന്ന് ചോദിക്കുമ്പോ അവനെ പൊത്തിപ്പിടിച്ച്, അവന് പുതിയ ഉടുപ്പിടിപ്പിച്ച്, പുതിയ ചെരുപ്പിടിപ്പിച്ച്, പുതിയ മോതിരിടിപ്പിച്ച് പുത്തനാക്കി മാറ്റിയിട്ട് അവനെ വീട്ടിലേക്ക് മകനായി സ്വീകരിച്ച പിതാവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ഒരു ഇളയവനായ മകൻ. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ചിന്ത അതല്ല.
മൂത്ത മകൻ അത്രയും നാൾ അപ്പന്റെ കൂടെയാണ് താമസിച്ചത്. അപ്പനെ താൻ ശുശ്രൂഷിച്ചു. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞത്, ഈ മൂത്ത മകൻ അപ്പന്റെ കൂടെയാണ് നിന്നത്, അപ്പന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അപ്പന്റെ സ്നേഹം തിരിച്ചറിയാൻ അവന് പറ്റിയില്ല. അവന് കുറെ പരാതികൾ മാത്രമായിരുന്നു. അപ്പാ, എനിക്കിങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അപ്പന് വേണ്ടി എന്തൊക്കെ ചെയ്തു, എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നില്ലല്ലോ, എനിക്കൊരു കാളക്കുട്ടിയെ അറുത്ത് തന്നില്ലല്ലോ, എനിക്ക് വേണ്ടി അപ്പനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ളിനകത്ത് എവിടെയെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്തില്ലല്ലോ, കർത്താവ് എനിക്ക് വേണ്ടി ഇങ്ങനെ ഇത് ചെയ്തില്ലല്ലോ, ഇങ്ങനെ പരാതികളാണ് ഉയരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല. കർത്താവിന്റെ സ്നേഹത്തെ അറിയുന്നിടത്ത് പരാതികളില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അത്രയും നാള് വീട്ടിൽ നിന്നവൻ അവൻ സ്നേഹം അറിയാത്തത് കൊണ്ട് അവന്റെ എൻഡിങ് വീട്ടിന് പുറത്തായി പോയി. പക്ഷെ ഒരു കാലഘട്ടത്തേക്ക് വഴിതെറ്റിപ്പോയെങ്കിലും ആ സ്നേഹത്തെ അറിഞ്ഞ ഇളയ മകന്റെ അന്ത്യം വീട്ടിനകത്തായിരുന്നു. കർത്താവ് എന്നോട് പറഞ്ഞൊരു പ്രൊഫറ്റിക് ശബ്ദം ഞാൻ പറയാം. ഈ കുറെ കാലം വീട്ടിനകത്ത് നിന്നിട്ടും ആ സ്നേഹം അനുഭവിക്കാത്ത ചേട്ടന്മാര് ഒരു കാലഘട്ടം കഴിയുമ്പോ പുറത്തു പോകും. ഇന്ന് സ്നേഹം അറിഞ്ഞിട്ടും വഴിതെറ്റി കിടക്കുന്ന കുറെ പേര് ആ സ്നേഹം തിരിച്ചറിഞ്ഞ് വീട്ടിനകത്ത് കയറും. അങ്ങനെ ഒരു അനിയന്മാരാൽ ഒരു വലിയൊരു ഉണർവ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തിൽ അറിയുന്ന ഒരു വലിയ ദൈവിക ഉണർവ് കർത്താവ് നമ്മുടെ ഇടയിൽ അയക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചിന്തയിലേക്ക് പോകാം. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുക. നാം കർത്താവിനാൽ സൂക്ഷിക്കപ്പെട്ടതല്ലാതെ മറ്റൊന്ന് നമുക്ക് പറയാനുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവ് നമ്മളെ സൂക്ഷിക്കുകയാണ്. ഓരോ മൊമെന്റിലും കർത്താവ് നമ്മളെ പരിപാലിക്കുകയാണ്. നമ്മുടെ യാത്രകളിൽ കർത്താവ് നമ്മളെ സൂക്ഷിച്ചതല്ലേ? ഇന്നും എത്ര അപകടങ്ങൾ നമുക്ക് ഉണ്ടാകാമായിരുന്നു. ഒരു കാൽ വഴുതിയതിന്റെ പേരിൽ തലയിടിച്ച് ഇന്നും അനങ്ങാതെ കിടക്കുന്നവരുണ്ട്. ബാത്റൂമിലൊന്ന് കുളിക്കാൻ കയറിയതാ, കാലൊന്ന് തെറ്റിപ്പോയതാ. നമ്മുടെ കാൽ വഴുതാതെ വണ്ണം നമ്മളെ കരങ്ങളിൽ താങ്ങിയ കർത്താവിന് ഇന്ന് സന്ധ്യാസമയവും നന്ദി പറയാൻ നമുക്ക് കഴിയണം. കർത്താവിനാൽ നമ്മൾ സൂക്ഷിക്കപ്പെടുകയായിരുന്നു, ദൈവത്താൽ നാം പരിപാലിക്കപ്പെടുകയായിരുന്നു. അതിനെ തിരിച്ചറിയാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കർത്താവിനൊന്ന് നന്ദി പറയാമോ? കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എന്നെ സൂക്ഷിച്ചതിന് നന്ദി, എന്റെ കുടുംബത്തെ സൂക്ഷിച്ചതിന് നന്ദി, കർത്താവിന്റെ കാവൽ ഒപ്പം ഉണ്ടായിരുന്നതിന് നന്ദി. കർത്താവേ, ഒരനർത്ഥവും ഭാവിക്കാതെ ഒരു ബാധയും അടുക്കാതെ ദൈവിക പരിപാലനത്തിൽ സൂക്ഷിച്ചതിനായി നന്ദി കർത്താവേ. സ്തോത്രം. ദൈവം സൂക്ഷിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേകത മാത്രം പറഞ്ഞിട്ട് നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് വന്ന് എത്രയും പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിലുണ്ട്. ആർക്കെങ്കിലും ആ വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവൻ ഇങ്ങനെ ഇരിക്കും എന്നതിന് ആ വാക്യത്തിൽ നമുക്ക് കാണാം. ഒന്ന് വായിക്കാമോ? 26-3 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-3. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-3. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ആമേൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവത്താൽ കാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, നാം ദൈവത്താൽ സൂക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിപൂർണ സമാധാനമാണ്. ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്ന നമുക്ക് പ്രശ്നങ്ങളില്ലെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്ന മനുഷ്യർക്ക്, അപ്പോസ്തലന്മാർക്ക് സകല കഷ്ടതകളും ഉണ്ടായിരുന്നു, സകല പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നു. അവർ കാരാഗ്രഹത്തിന് അകത്തായിരുന്നു. എങ്കിലും അവിടെ കടന്നവർ എണ്ണി കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങള് സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഞാൻ വിശ്വസിക്കുന്നു ആ സാഹചര്യത്തിനകത്ത് അവരുടെ അകത്ത് വ്യാപരിച്ച ഒരു സമാധാനമാണ് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ പൂർണ്ണ സമാധാനം എന്നെയും സൂക്ഷിക്കണമേ, ആ
പൂർണ്ണ സമാധാനത്തിൽ എന്നെയും സൂക്ഷിക്കണമേ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ സമാധാനത്തിൽ എന്നെയും സൂക്ഷിക്കണമേ, എന്നെയും സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ പണമുള്ളപ്പോ നമുക്ക് സമാധാനം ഉണ്ടാവും അല്ലേ? ആരോഗ്യമുള്ളപ്പോ സമാധാനം ഉണ്ടാകും. അത് നമ്മളെ സൂക്ഷിക്കുന്ന മാനദണ്ഡമാ. അത് നമ്മളാണ് നമ്മളെ സൂക്ഷിക്കുന്നത് എന്ന് വരുമ്പോഴാ പൈസ ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നേ. പക്ഷെ ഞാൻ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു പൈസ കയ്യിലില്ലാതെ വരുമ്പോഴും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും. കാരണം ഞാൻ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവനാണ്, ഞാൻ ദൈവത്താൽ കാക്കപ്പെടുന്നവനാണ്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഞാൻ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവനാണ്. ഒരു വാക്യം കൂടി പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് മുന്നോട്ട് പോകാം. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യം. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. Thank you, Jesus. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യം അല്ലേ? അതെ അല്ലേ? അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. ആ വാക്യത്തിനൊന്ന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. വാക്കിങ്ങനെയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇത് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ചോദിക്കുന്നു, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് കലങ്ങി മനസ്സ് വിഷമിച്ചിരിക്കുന്നവരോട് ആത്മാവിൽ ഞാൻ ചോദിക്കുന്നു, നമ്മൾ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം നമ്മൾ ആരിലാ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എല്ലാ അവിശ്വാസങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ നിരാശകളും നീങ്ങിപ്പോകട്ടെ, എല്ലാ നീങ്ങിപ്പോകട്ടെ. അകത്ത് വിശ്വാസം വ്യാപരിക്കട്ടെ. വിശ്വാസത്തെ ആധാരമാക്കട്ടെ, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കട്ടെ. മനുഷ്യൻ പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വാക്കുകളിൽ അറിയാം നമ്മൾ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതെന്ന്. നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നത് കേട്ടാൽ അറിയാം നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന്. അത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വാക്ക്, അവൻ എന്റെ ഉപനിധി. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു വാക്ക് ഉപനിധി എന്നുള്ള വാക്ക് നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാക്കിന്റെ അർത്ഥം ഒന്ന് നോക്കി. എന്താണ് ഈ ഉപനിധി എന്നുള്ള വാക്കിന്റെ അർത്ഥം? ആ വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ്? സൂക്ഷിപ്പുകാരൻ, സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവൻ എന്നാണ്. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള ഡോക്യുമെന്റുകളോ പണമോ ഒക്കെ നമ്മൾ ബാങ്കിനകത്ത് കൊണ്ട് കൊടുക്കും. ഈ സാധനത്തിന് സൂക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം പിന്നെ ബാങ്കിന്. പിന്നെ നമ്മളൊരു സപ്പോസ് വിചാരിക്കും, നമ്മുടെ കയ്യിൽ ഒരു 5000 രൂപ ഉണ്ടായിരുന്നു, ഇത് നമ്മൾ ബാങ്കിൽ കൊണ്ട് സൂക്ഷിക്കാൻ കൊടുത്തു. പിന്നെ നമ്മള് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് അയ്യോ ആ പൈസ അവിടെ ഉണ്ടാവോ, ആരെങ്കിലും എടുത്തോട്ട് പോയി ഉണ്ടാവോ നമ്മൾ ചിന്തിക്കുവോ? അയ്യോ അത് അവിടെ തന്നെ ഉണ്ടാവോ, ഞാൻ എന്റെ ആ പൈസ അവിടെ വെച്ചിട്ടുണ്ട്, എന്റെ ഡോക്യുമെന്റ് അവിടെ ഉണ്ട്, അതിനെ കുറിച്ച് ചിന്തിച്ചോണ്ട് നടക്കോ? ഇല്ല. കാരണം നമുക്കറിയാം ആ ബാങ്കിനെ കുറിച്ച് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് അല്ലെ? നമ്മൾ ഇട്ടിരിക്കുന്ന ആ പൈസ അവര് സൂക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഞാനൊരു ചുരുക്കം പറയട്ടെ, നമ്മൾ ഈ മുഖമൊക്കെ വൃത്തിയാക്കുമ്പോ അവരവർക്ക് അറിയത്തുള്ളൂ. ഇത് താടിയൊക്കെ വൃത്തിയാക്കുമ്പോ നമ്മളിങ്ങനെ കഴുത്തിങ്ങനെ മറ്റേ ബാർബർ ഷോപ്പുകാരുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. കയ്യിൽ കത്തിയായിട്ട് നിൽക്കുന്നതിന്റെ മുമ്പിൽ കഴുത്ത് വെച്ചു കൊടുക്കാൻ നമുക്ക് ഒരു പേടിയില്ല. അത്രയെങ്കിലും വിശ്വാസം കർത്താവിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്നത്തെ പോലെ വിഷമിക്കത്തില്ലായിരുന്നു. നമ്മളെ സൂക്ഷിക്കാൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മെ ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്? നമ്മളെ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്.
പല കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ പപ്പയേക്കാൾ പ്രായമുള്ള അപ്പച്ചന്മാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവർ ഒത്തിരി കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. പക്ഷെ ചില സമയത്ത് നമ്മളെ സൂക്ഷിക്കാൻ ആരും ഇല്ലാതെ വരും. നമുക്കൊന്ന് ഏൽപ്പിക്കപ്പെടാൻ ആരും ഇല്ലാതെ വരും. പല സങ്കടങ്ങളും നമ്മളോട് പറയും. നമ്മുടെ സങ്കടം പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥകൾ വരാം. പക്ഷെ ഒരു കാര്യം വചനപ്രകാരം പറയട്ടെ, ആ വാക്കിൽ എഴുതിയിരിക്കുന്നുണ്ട്, എനിക്കൊരു സൂക്ഷിപ്പുകാരനുണ്ട്, ഞാൻ എന്നെ തന്നെ അവൻ ഏൽപ്പിച്ചേക്കുക. ഇന്ന് ഈ ശബ്ദത്തിനോട് എത്ര പേര് അംഗീകരിക്കും? ഞാൻ എന്നെ തന്നെ എന്റെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ എന്റെ കുടുംബത്തെ എന്റെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക. എന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ എന്റെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക. എന്റെ തലമുറകളുടെ ഭാവിയെ നോക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ എന്റെ കുടുംബത്തെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാം, അവൻ എന്റെ ഉപനിധിയാണ്, അവൻ എന്റെ സൂക്ഷിപ്പുകാരനാണ്, അവൻ എന്റെ ഉപനിധിയാണ്. ഉപനിധിയാണെങ്കിൽ അവിടെ അതുകൊണ്ട് ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് നാമേ പറയാം. നിങ്ങളോടാണ് ദൈവശബ്ദം എന്ന് പറയുന്നതെങ്കിൽ, നമ്മളോട് എന്നോട് കർത്താവ് ഇടപെടുന്നുണ്ടെങ്കിൽ അവഗണിക്കരുത്. വിശ്വസിച്ച് ഒരുമിച്ച് പറ, എന്റെ ഉപനിധി കർത്താവാണ്. ആ ദിവസം വരെ ഞാൻ മരിക്കുന്ന ദിവസം വരെ കൂടിയല്ല, അതിനൊപ്പം ഞാൻ അവന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ദൈവസഭകൾ കർത്താവിന് നന്ദി പറയും. എന്റെ കർത്താവാണ്, അവൻ എന്നെ ആ നിമിഷം വരെ സൂക്ഷിക്കും. ആ ദിവസം മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. കർത്താവിന് ഇന്ന് രാത്രി ഏൽപ്പിക്കട്ടെ. ദൈവത്തിന് നമ്മെ തന്നെ ഏൽപ്പിക്കട്ടെ. അവനാൽ സൂക്ഷിക്കപ്പെടുക, ദൈവത്താൽ സൂക്ഷിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ചിന്ത കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഒന്നാമത്തെ കാര്യം ദൈവത്തിൽ സ്നേഹിക്കപ്പെടുക, ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ് ആ സ്നേഹത്തിനകത്ത് നിൽക്കുക, ആ സ്നേഹം സ്നേഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക, കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. ആ സ്നേഹത്തിനകത്ത് നിൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത, നാം യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്. ഇത് ഒരു കാര്യം ഒരു വ്യക്തി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നാം ഒരു കാര്യം എന്തിനെങ്കിലും ഒത്തിരി കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടേതാണെന്നുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കും, അല്ലെ? നമ്മൾ ഈ വഴി കൂടെ ഒക്കെ പോണ പിള്ളേരൊക്കെ ചീറിപ്പാഞ്ഞ് പോണാണോ? നമ്മളെല്ലാരും പിടിച്ചു ഉപദേശിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ മക്കൾ അതുപോലെ പോണാണ്ടോ? നമ്മൾ വരുന്ന വരുമ്പോ പറയും, മര്യാദയ്ക്ക് പൊക്കോണം, ഇങ്ങനെ പോരെന്ന് പറയും. കാരണം എന്താ? നമുക്ക് അതിന്റെ മേൽ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ്, അത് നമ്മുടേതാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ദൈവം നമ്മെ സൂക്ഷിക്കാൻ കാരണം നാം ദൈവത്തിനുള്ളവരാണെന്ന് കർത്താവിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ്. അതാണ് നമുക്കില്ലാത്തത്. ഇന്ന് രാത്രി ഞാൻ കർത്താവിനുള്ളവനാണ്, ഞാൻ അവനുള്ളവനാണ് എന്നുള്ള ഉറപ്പുള്ളവർ കർത്താവിനൊന്ന് നന്ദി പറയാമോ? നിനക്കുള്ളവൻ നീ എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനുള്ളവരാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനാണ് കർത്താവ് നമ്മെ സൂക്ഷിച്ചത്, സൂക്ഷിക്കപ്പെടുന്നത്. 3, നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്കപ്പെട്ടവരായി ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നാം വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളെ വിളിച്ചൊരു കർത്താവുണ്ട്. ആ വിളിയിലേക്ക് അവരെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചതാ. പക്ഷെ പകുതി വെച്ച് കപ്പല് തകർന്നു പോയി, വെള്ളത്തിലായി. അവർ രക്ഷപ്പെടുമോ എന്നുള്ള ആശ പോലും ഇല്ലാതെയായി പോയി. ഒരു പലകം കഷ്ടത്തിൽ തൂങ്ങിപ്പിടിച്ച് ആ തണുത്ത് വറങ്ങലിച്ച് ആ വെള്ളത്തിൽ കിടക്കുമ്പോഴും പൗലോസിന്റെ അകത്തൊരു ഉറപ്പുണ്ട്, എന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനാണ്. ഏത് നിമിഷങ്ങളിലും നമ്മളെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരു കർത്താവുണ്ട്. എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. പറ, എന്നെ വിളിച്ച ഒരു കർത്താവുണ്ട്, എന്നെ വിളിച്ചേൽപ്പിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ സൂക്ഷിപ്പാൻ ശക്തനാണ്.
ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാന് അതിന്റെ ഒരു ആമുഖ ചിന്തയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇങ്ങനെയുള്ള ഒരു കൂട്ടർക്കാണ് യൂദ ലേഖനം എഴുതുന്നത്. നാം ക്രിസ്തുവിൽ ആരാണ് എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു നിന്നത്. നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതിയിൽ, കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മൾ ആരാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം നാം നമ്മെ തന്നെ സൂക്ഷിക്കും. നമ്മൾ ഈ വായിച്ച 21, 22 20-21 വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കാം. കാരണം ഞാൻ ആ ഭാഗത്തെ ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് വരാനാണ്. യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും തുറന്നു വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് വായിക്കാം. ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതർ, ആത്മവരമില്ലാത്തവർ, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്ക് കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ. നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് 2 പദങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മാത്രം ആ പാസേജിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. അത് ഒന്ന് നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. 2, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. സ്വയം നമ്മൾ ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങൾ. അപ്പം നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തണം എന്ന് പറയുന്നതിനകത്തുള്ള ഒരു സത്യമുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ ആത്മീക വളർച്ചയുടെ ഉത്തരവാദിത്വങ്ങളും വേറെ ആരെയൊക്കെ ഏൽപ്പിച്ചിരിക്കുക. ഞങ്ങളുടെ ദൈവദാസൻ സഭയുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ സഭ അത്ര പോരാ. ഇപ്പൊ സഭയ്ക്കാണ് നമ്മുടെ ആത്മീക വളർച്ചയുടെ ഒരു ഉത്തരവാദിത്വം. പിന്നെ ഞങ്ങളുടെ ദൈവദാസൻ എനിക്ക് വേണ്ടുന്ന അവസരം തരുന്നില്ല, അപ്പൊ ദൈവദാസനാണ് അടുത്ത ഉത്തരവാദിത്വം. ഇനി പിന്നെ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട്. നമുക്കൊഴികെ നമ്മുടെ ആത്മീക വളർച്ചയുടെ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏൽപ്പിക്കും. പക്ഷെ തിരുവചനം നമ്മുടെ ആത്മീക വളർച്ചയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മയാണ്. അവിടെ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. നാം നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തി ശീലിക്കണം. നമ്മുടെ ആത്മീക വർധനവിന്റെ ബേസ്മെന്റ് വേറെ ഒന്നിലും വെക്കരുത്. നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. ഈ ആത്മീക വർധനവ് നമ്മിൽ വന്നില്ലെങ്കിൽ ആത്മീക ശോഷണം നമ്മിൽ സംഭവിച്ചിരിക്കും. ആത്മീകമായി വർധനവ് ഉണ്ടാകാത്ത പക്ഷത്തോളം ആത്മീകമായ ശോഷണം നമ്മിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ആത്മീക വർധനം? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവിടെ ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിതാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ ബുദ്ധി കൊണ്ടാവരുത്. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി സമയമെടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും അധികമായി ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നവനാണെന്നാണ് പൗലോസ് തന്നെ പറയുന്നത്. നമുക്ക് അതിനുവേണ്ടി സമയമെടുക്കാം. ഞാനൊരു കാര്യം പറയാം, നാം ആത്മാവിൽ സംസാരിക്കുമ്പോൾ നമുക്കെതിരെയുള്ള സാത്താന്യ മണ്ഡലങ്ങളിലെ സ്വാധീനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. നാം നമ്മുടെ ആത്മീകമായി വർധനവ് പ്രാപിക്കുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നെന്നാണ്. ആത്മീക വർധനവ് വരുത്തുന്നു. ഓരോ ദിവസവും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റട്ടെ. നമ്മുടെ ആത്മീക വർധനവ് നമ്മിൽ സംഭവിക്കട്ടെ. മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കാതെ തന്നെത്താൻ ആത്മീക വർധന വരുത്തുന്നവരായി തീരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ആ ഭാഗവും ഞാൻ വിടുന്നു. തന്നെത്താൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട്. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്ക് കാത്തിരിക്കുക. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? കർത്താവെ കരുണ കാണിക്കണേ എന്ന് പറയാത്തവരായിട്ട് ആരുമില്ല. നമ്മളെല്ലാവരും പറയാറുണ്ട്, കർത്താവെ എന്നോട് കരുണ കാണിക്കണം. ഞാൻ ചോദിക്കട്ടെ, എന്തായിരിക്കും അവിടുത്തെ വിഷയം? കർത്താവെ എന്റെ സാമ്പത്തിക കാര്യത്തിൽ ദൈവം കരുണ കാണിക്കണം.
എന്റെ ജോലിയുടെ കാര്യത്തിൽ ദൈവം കരുണ കാണിക്കണം. എന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കർത്താവ് കരുണ കാണിക്കണം. പക്ഷെ ഈ ഭക്തനായവന്റെ ഹൃദയത്തിൽ ഉയരുന്ന ഒരു തുടിപ്പ്, കർത്താവെ നിത്യജീവനായിട്ട് എന്നോട് കരുണ കാണിക്കണം. കർത്താവ് എന്നോട് കരുണ കാണിക്കണം. അതെനിക്ക് നിത്യജീവന് വേണ്ടി എന്നോട് കരുണ കാണിക്കണം എന്ന് വെച്ചാ എന്റെ നിത്യതയ്ക്ക് താൻ ദൈവത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ, കർത്താവെ നിത്യജീവനായിട്ട് എന്നോട് കരുണ, നിത്യജീവനായിട്ട് എന്നോട് കരുണ കാണിക്കണമേ. പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്റെ നിത്യതയെ നഷ്ടപ്പെടല്ലേ, എന്നോട് കരുണ കാണിക്കണേ. എന്റെ നിത്യത നഷ്ടപ്പെടല്ലേ, എന്നോട് കരുണ കാണിക്കണേ. എന്റെ നിത്യതയിലേക്ക് നയിക്കുന്നതിൽ എന്നോട് കരുണ കാണിക്കണമേ. അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഭക്തനായ മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. അതിനു വേണ്ടി താൻ പറയാണ്, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കും. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. എങ്ങനെയാണ്, ആരാണ് സൂക്ഷിക്കണം? ഈ സൂക്ഷിക്കുക ഇതെന്നുള്ളത് ദൈവം സൂക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മളെ കർത്താവ് സൂക്ഷിക്കും, അവൻ എന്റെ ഉപനിധിയാണ്, ആ ദിവസം വരെ ദൈവം നമ്മളെ സൂക്ഷിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ താൻ സൂക്ഷിക്കും, തന്നെ താൻ സൂക്ഷിക്കും. നമ്മൾ ഒത്തിരി സൂക്ഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി സൂക്ഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നോട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2023 മെയ് 5-ാം തീയതി ഡോക്ടർ പറഞ്ഞു ഒന്ന് ഒത്തിരി സൂക്ഷിക്കണമെന്ന്. കാരണം എനിക്ക് 3 ബ്ലോക്ക് ഉണ്ടായി എന്റെ ഹാർട്ടില്. ഒരു സിവിയർ സർജറി കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ശബ്ദം ഒത്തിരി സൂക്ഷിക്കണം, പ്രസംഗിക്കുക അങ്ങനത്തെ രീതിയിലൊന്നും ചെയ്യരുത്, ശാന്തമായിട്ട് സംസാരിക്കണം, എല്ലാം ശാന്തമായിട്ട് ചെയ്യണം, ഒത്തിരി സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം പക്ഷെ ഇന്നേ വരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ കർത്താവ് കൃപ തരുന്നു. ഇതൊരു വലിയ വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മള് ഒത്തിരി സൂക്ഷിക്കേണ്ടുന്ന വിഷയങ്ങളുണ്ട്, അത് സൂക്ഷിക്കാൻ തന്നെ വേണം. പക്ഷെ നമ്മൾ ഒത്തിരി സൂക്ഷിച്ചൊരു കാലം ഉണ്ടായിരുന്നേ. അത് ഏതായിരിക്കും കാലം എന്ന് നമുക്കറിയാം. 2021 കാലത്ത് നമ്മളെല്ലാവരും നല്ലോണം സൂക്ഷിച്ചവരാ. നമ്മുടെ കൈ നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചവരാണ്. നമ്മൾ ഒരാൾക്ക് കൈ കൊടുക്കാൻ നമ്മൾ സൂക്ഷിച്ചവരാണ്. ഒരാളുടെ അടുത്ത് നിൽക്കാൻ നമ്മൾ സൂക്ഷിച്ചവരാണ്. എല്ലാ കാര്യവും നമ്മൾ സൂക്ഷിച്ചവരാണ്, ഒത്തിരി സൂക്ഷിച്ചവരാണ്. കാരണം എന്താണ്? ഇത് നമ്മുടെ ജീവനെ ബാധിക്കുന്ന ഒരു ഘട്ടം വന്നു. ഒരു ചെറിയ കണ്ണിൽ പോലും കാണാനില്ലാത്ത ഒരു കുഞ്ഞു വൈറസ് നമ്മുടെ ജീവനെ ബാധിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഒരു നിസാര വൈറസ്. ഇതുപോലെ ആത്മീക ജീവനെ, നിത്യജീവനെ ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഒരു സൂക്ഷ്മതയില്ല. നമ്മുടെ നിത്യജീവൻ സൂക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമുക്ക് വിഷയം ഈ ലോകത്തിലെ ജീവിതമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ പ്രസംഗങ്ങളിൽ 90% ഇവിടുത്തെ കാര്യത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതാണ് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുള്ളത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം അതാണ്, നിത്യജീവന് വേണ്ടി നമ്മളെ തന്നെ സൂക്ഷിക്കുക. എനിക്കറിയാം ഒട്ടും സന്തോഷം തോന്നത്തില്ല ഇനിയുള്ള ഒരു 5-10 മിനിറ്റ്. അത് കഴിഞ്ഞ് ഞാൻ 5-8 മിനിറ്റിനുള്ളിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കും. നമ്മളെ തന്നെ സൂക്ഷിക്കുക, നിത്യജീവനായിട്ട് സൂക്ഷിക്കുക. ആരാണ് സൂക്ഷിക്കേണ്ടത്? ഞാനൊരു കാര്യം പറയാം. കയ്യിൽ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ട് ഉള്ളവനാണ് സൂക്ഷിക്കേണ്ടത്. എല്ലാവരും സൂക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്റെ അകത്ത് വിലപിടിപ്പുള്ള എന്തൊക്കെയോ ഉണ്ട്, അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ബോധ്യമുള്ളവർ സൂക്ഷിക്കണം. നമ്മുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ട് കാണുന്നതിനെ നമ്മൾ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പൈസയൊക്കെ ഒത്തിരി സൂക്ഷിക്കുന്നത്, വളരെ സൂക്ഷിച്ചിട്ടാ ചെലവാക്കുന്നത്. ആ സൂക്ഷിപ്പ് നമുക്ക് നമ്മുടെ നിത്യതയുടെ കാര്യത്തിലും ഉണ്ടാവട്ടെ. അപ്പം ഒന്ന്, എന്തെങ്കിലും വാല്യുബിൾ ആയിട്ട് കയ്യിലുള്ളവിടത്താണ് സൂക്ഷിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആരായിട്ടാണോ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ സൂക്ഷിക്കണം. ഞാനൊരു വാക്യം ജസ്റ്റ് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം
4-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു വിടാം. എബ്രായ ലേഖനം 4-ന്റെ 13-ാമത്തെ വാക്യം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലം അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നതും മലർന്നവുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നമ്മൾ ആരുമായിട്ടാ ഡീൽ ചെയ്യണ്ടേ? നമ്മൾ ആരോടാ നമ്മുടെ ഡീലിങ്സ് കിടക്കുന്നേ? നമ്മുടെ ഡീലിങ്സ് മുഴുവൻ കിടക്കുന്നത് നമ്മളെ നഗ്നതും മലർന്നതുമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനോടാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യമുള്ളത് കൊണ്ട് നാം നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയിൽ ഒതുങ്ങുക എന്നുള്ളതല്ല, അതിനപ്പുറത്ത് നിത്യമായ ഒന്നിലേക്ക് നീങ്ങപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഒത്തിരി സൂക്ഷിക്കാൻ തയ്യാറാകണം. എങ്ങനെയൊക്കെയാണ് നാം സൂക്ഷിക്കേണ്ടത്? നമ്മുടെ ആരാണ് സൂക്ഷിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മൾ എങ്ങനെയാണ് നമ്മളെ സൂക്ഷിക്കേണ്ടതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഒരു പദം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനകത്ത് എന്നെ നിർത്തണേ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 യോഹന്നാന്റെ ലേഖനമാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു വാക്യമുണ്ട്, 17-ാമത്തെ വാക്യം. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ഒരു ന്യായവിധി ദിവസം നമുക്കുണ്ടെന്നും നാം എല്ലാവരും കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടുന്നവരാണെന്നും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും എല്ലാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു പദമുണ്ട്, എന്നിൽ ആ കർത്താവിനോടുള്ള സ്നേഹം തികഞ്ഞിരിക്കണം. ന്യായവിധി ദിവസം, ഒരു കുറ്റം ചെയ്തിട്ട് അതിന്റെ വിധി വരുന്ന ദിവസമാണ് ന്യായവിധി ദിവസം. ഒരു കേസ് കോടതിയിൽ വന്നാൽ അതിന്റെ വിധി ന്യായങ്ങൾ നടക്കും. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി, അതിന്റെ വക്കീലന്മാര് വാദിക്കും. എന്നിട്ട് പിന്നെയും അവരുടെ കുറ്റം നിലനിൽക്കുകയാണെങ്കിൽ ആ പ്രതി ഒത്തിരി ഭയത്തോടെയാണ് ആ ജഡ്ജ്മെന്റ് ഡേയിലേക്ക്, കോടതിയിലേക്ക് കയറി വരുന്നത്. കാരണം അവന്റെ കുറ്റം അവിടെ നിലനിൽക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ, അവരുടെ കുറ്റം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ഭയത്തോടെ വരുന്നത്. എന്നാൽ മറുവശത്ത് ഒരു മണവാളനും മണവാട്ടി, വിവാഹത്തിന് ശേഷം മണവാളൻ വിദേശത്ത് പോയി, ആ മണവാളനെ മാത്രം ചിന്തിച്ച് ആ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണവാട്ടി ഒരു എയർപോർട്ടിലേക്ക് മണവാളനെ കൂട്ടാൻ ചെല്ലുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അവിടെ ഭയമില്ല. ഈ 2 ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് വെച്ചിട്ട് ഞാൻ ഈ വചനത്തിലെ ഒരു സത്യം പറയാം. ഈ ലോകത്തിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ, എന്തെങ്കിലും കുറ്റങ്ങൾ സംഭവിച്ചാൽ, എന്തെങ്കിലും പാപങ്ങൾ സംഭവിച്ചാൽ, അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ, ഇവിടെ വെച്ച് തന്നെ ഏറ്റുപറഞ്ഞ് ആ പാപത്തിന്റെ കുറ്റം ക്ലിയർ ആക്കിക്കോണം. ഒരു കുറ്റവും അവിടെ പെൻഡിങ് നിർത്തരുത്. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ചോണം, ആരോടെങ്കിലും മാപ്പ് പറയാനുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞോണം. അശുദ്ധിമായതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ അനുദപിച്ച് ക്ലിയർ ചെയ്തോണം, കർത്താവിന്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചോണം. കാരണം എന്തെങ്കിലും പാപത്തിന്റെ കുറ്റങ്ങൾ ഇവിടെ വെച്ചുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് പോണം. ഇല്ലെങ്കിൽ ആ ന്യായവിധി ദിവസത്തിൽ നമുക്ക് നിൽക്കാൻ ധൈര്യം കാണത്തില്ല. ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റും, കാരണം ഇവിടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ കവർ ചെയ്യാൻ പറ്റത്തില്ല. അവന് സകലവും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. അവനും നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് പാപത്തിന്റെ കുറ്റങ്ങൾ ക്ലിയർ ചെയ്യാൻ നാം ശ്രദ്ധിക്കുക. 2-ാമത്തെ കാര്യം, നമ്മുടെ ഇവിടെ കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ച ഒരാളാണെങ്കിൽ, കാണാത്ത യേശുവിനെ സ്നേഹിച്ച് വിശ്വസിച്ച് ആ യേശുവിന് വേണ്ടി ജീവിച്ച ഒരാളാണെങ്കിൽ
ആ ന്യായ ദിവസത്തിൽ കർത്താവിന് മുമ്പിൽ നിൽക്കുന്ന ദിവസം നമ്മളെ സംബന്ധിച്ച് ഒരു ശിക്ഷാവിധിയുടെ ദിവസമല്ല, മറിച്ച് നാളുകളായി നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്രാണപ്രിയന്, നമ്മുടെ സ്നേഹനാഥനെ നമ്മൾ കാണുന്ന ദിവസമാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? കാണാതെ ഞാൻ വിശ്വസിച്ച, കാണാതെ ഞാൻ സ്നേഹിച്ച, കാണാതെ ഞാൻ ആരാധിച്ച എന്റെ കർത്താവിനെ ഞാൻ കാണുന്ന ദിവസമാണ് ആ ദിവസം. ആ ദിവസത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പാട്ടികരുണ്ട്, യേശു താൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്ക, നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം നാം ആനന്ദ നാളതിലെ. നമ്മെ സ്നേഹിച്ച യേശുവിനെ കാണുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. ഇനി അപ്പുറത്തെ ചിന്തകൾ കൊണ്ടുപോകാൻ എന്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല. പക്ഷേ ഇവിടെ വെച്ച് ഞാൻ ഇതിനെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മെ സ്നേഹിച്ച ഒരു കർത്താവിനെ നാം മീറ്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ആ സ്നേഹത്തിൽ ഇവിടെ നമ്മെ തന്നെ സൂക്ഷിക്കുക. ഒത്തിരി സ്നേഹങ്ങളുള്ള ഒരു ദുഷ്ടലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോക സ്നേഹമുണ്ട്, ജഡസ്നേഹമുണ്ട്, പണത്തിനോടുള്ള സ്നേഹമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് കർത്താവിനോടുള്ള ഒരു സ്നേഹമുണ്ട്. കർത്താവിനോടുള്ള സ്നേഹത്തിനകത്ത് നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ കണ്ണുകളിൽ കർത്താവിന്റെ സ്നേഹം ഉണ്ടാവട്ടെ, നമ്മുടെ വാക്കുകളിൽ കർത്താവിന്റെ സ്നേഹം ഉണ്ടാവട്ടെ, നമ്മുടെ ഇടപെടലുകളിൽ കർത്താവിന്റെ സ്നേഹം ഉണ്ടാകട്ടെ. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, ഗിരിപ്രഭാഷണത്തിലെ യേശുവിനെ എനിക്ക് ഇഷ്ടമാണ്, സുവിശേഷത്തിലെ യേശുവിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ആ യേശുവിനെ ഞാൻ ക്രിസ്ത്യാനികളിൽ കണ്ടില്ല, ആ ക്രിസ്തുവിനെ ഞാൻ ക്രിസ്ത്യാനികളിൽ കണ്ടില്ല. ഇന്ന് ആരുക്കൾ കർത്താവ് വരാൻ തടസ്സമായിരിക്കുന്നതിന് കാരണം നമ്മിൽ ആ സ്നേഹത്തെ കാണാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ആ സ്നേഹത്തിൽ എന്നെ സൂക്ഷിക്കണമേ, ആ സ്നേഹത്തിൽ സ്നേഹത്തിൽ പരിഭവങ്ങളില്ല, ആ സ്നേഹത്തിൽ സങ്കടങ്ങളില്ല, ആ സ്നേഹത്തിൽ ഇവിടുത്തെ കഷ്ടങ്ങളില്ല, ആ സ്നേഹത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് എനിക്ക് ഈ കഷ്ടതകൾ നിറഞ്ഞ ലോകത്തിൽ നിന്ന് എനിക്ക് പോകണം, എന്റെ പ്രാണനാഥനെ എനിക്ക് കാണണം. ആ പ്രത്യാശയുള്ളവരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കർത്താവിനൊന്ന് നന്ദി പറയാമോ? കാന്തനെ കാണുവാൻ കാന്തനെ കാണുവാൻ ഭൂമിയിൽ ക്ലേശം സാഹിച്ചു നിത്യതുറാമുഖത്തെത്തും ഞാൻ, ഭൂമിയിൽ ക്ലേശം സാഹിച്ചു നിത്യതുറാമുഖത്തെത്തും ഞാൻ, വിശ്രമിച്ചിടും ഞാൻ വിശ്രമിച്ചിടും നിസ്തുല്യമായ നിസ്തുല്യമായ പാപത്തിൽ കാന്തനെ കാണുവാൻ കാന്തനെ പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവസ്നേഹത്തിൽ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ കൃപ തരണമേ. നിത്യജീവനായി കാത്തിരിപ്പാൻ കർത്താവ് ഞങ്ങളോട് കരുണ കാണിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. തന്നെ ആശീർവാദം പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും പരിപാലനവും നമ്മളോട് ഓരോരുത്തരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായി. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം കൃപയാൽ നിറയ്ക്കട്ടെ. ശരീരത്തിന് ആരോഗ്യം ബലമെല്ലാം നൽകുമാറാകട്ടെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.
ഇല്ല പ്രത്യാശ മറ്റൊന്നും കണ്ടാൽ മതി വരാ